SSLC ഫിസിക്സിലെ ക്വിക്ക് റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഈ ഫിസിക്സ് എക്സാമിന് ഇനി 3 ദിവസം കൂടിയുള്ളൂ. സോ അതിൻ്റെ മുന്നേ നമുക്ക് റിവൈസ് ചെയ്ത് തീർക്കാം. സോ ചാപ്റ്റർ 1 എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓംസ് ലോ. V = IR ആണ്. V വോൾട്ടേജ്, I കറണ്ട്, R റെസിസ്റ്റൻസ്. പിന്നെ സീരീസിലാണ് റെസിസ്റ്റൻസ് എങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R1 + R2 + R3 + എക്സെട്ര ആയിരിക്കും. പാരലൽ ആണെങ്കിൽ 1/Rp = 1/R1 + 1/R2 + 1/R3 + എക്സെട്ര ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ തരുമ്പം എന്തായാലും ഇക്വേഷൻസ് എഴുതി വെക്കണം ആദ്യം തന്നെ. ആ ഇക്വേഷൻസിന് മാർക്കുണ്ട്. പിന്നെ ഇലക്ട്രിക് പവർ = VI അല്ലെങ്കിൽ I² അല്ലെങ്കിൽ V²/R എന്ന് എഴുതാം. പിന്നെ ഹീറ്റ്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്, H = I²RT എന്ന് എഴുതാം. പിന്നെ ഇതിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ നോക്കിയിട്ട് ഇതാക്കാം. ഇപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓഫ് ഓംസ് ലോവും റെസിസ്റ്റൻസ് കോമ്പിനേഷനുമാണ്. അത് ഇവിടെ കണ്ടോ, ഓംസ് ലോൻ്റെ ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത് ഫസ്റ്റത്തത്. രണ്ടാമത്തതും ഏകദേശം അങ്ങനെ തന്നെയാണ്. റെസിസ്റ്റൻസിൻ്റെ കോമ്പിനേഷനാണ് പിന്നെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഹീറ്റിംഗ് എഫക്റ്റ്, അതിൽ H = I²RT വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഓൺ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. പിന്നെ ഡയഗ്രാംസ് ഓഫ് സർക്യൂട്ട് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് പവർ. ഡയഗ്രാംസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഡയഗ്രാം വരയ്ക്കുന്നതിന് മാർക്ക് വരുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രേറ്റ് കണ്ടക്ടർ B = μ0I/2πr ആണ്. അതിൽ μ0 എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. I കറണ്ടാണ്, R ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ F = BIL sin θ ആണ്. അല്ലെങ്കിൽ B മാഗ്നറ്റിക് ഫീൽഡാണ്, I കറണ്ടും, L ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും ആയിരിക്കും. പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. അത് ഫോർ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ആണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇലക്ട്രോ മാഗ്നറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് ചോദിക്കാം. പിന്നെ മോട്ടോറിൻ്റെ, ഇലക്ട്രിക് മോട്ടോറിൻ്റെ വർക്കിങ്ങും അതുപോലെ അതിൻ്റെ ഡയഗ്രാം ചോദിക്കാവുന്നതാണ്. സോ ക്വസ്റ്റ്യൻസ് ഓൺ മാഗ്നറ്റിക് ഫീൽഡ് പാറ്റേൺ അറൗണ്ട് കണ്ടക്ടേഴ്സ്, സോളിനോയിഡ്സ്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാം. ഇപ്പോൾ ഫോഴ്സിൻ്റെ ചോദ്യം ചോദിക്കാം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ചോദ്യം ചോദിക്കാം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ഇലക്ട്രിക് മോട്ടോർ ചോദിക്കാം. ഇത്രയ്ക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. E = -dφ/dt ആയിരിക്കും. ഈ ഇൻഡ്യൂസ്ഡ് EMFും മാഗ്നറ്റിക് ഫ്ലക്സും ആണ്. പിന്നെ ലെൻസസ് ലോ അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആയിരിക്കും. പിന്നെ അതിൽ ചോദിക്കാൻ പറ്റുന്നത് ഫാരഡേസ് ലോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ ആപ്ലിക്കേഷൻസ് ചോദിക്കാം. പിന്നെ സ്റ്റേറ്റ് ഫാരഡേസ് ലോ ചോദിക്കാം. പിന്നെ വർക്കിംഗ് ഓഫ് AC ജനറേറ്റർ വിത്ത് ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ആൻഡ് ഹൗ ഡസ് ഇറ്റ് വർക്ക് ചോദിക്കും. പിന്നെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ഓൺ ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് EMI. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺ ഇൻഡ്യൂസ്ഡ് EMF. പിന്നെ ആപ്ലിക്കേഷൻസ് ലൈക്ക് ജനറേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ചോദിക്കും. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മതി, ന്യൂമറിക്കൽസ്. പിന്നെ ചാപ്റ്റർ 4 റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഫോർമുല മിറർ ഫോർമുല ആണ്. 1/F = 1/U + 1/V ആണ്. F ഫോക്കൽ ലെങ്ത്, U ഒബ്ജക്റ്റ് ഡിസ്റ്റൻസും, V ഇമേജ് ഡിസ്റ്റൻസും ആണ്. പിന്നെ മാഗ്നിഫിക്കേഷൻ M = HI/HO ആയിരിക്കും. ഓർ -V/U ചെയ്യാം. HI ഹൈറ്റ് ഓഫ് ഇമേജും HO ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റും ആയിരിക്കും. പിന്നെ അതിൽ മിറർ ഫോർമുലയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റേ ഡയഗ്രാം, ഒരു റേ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അത് റേ ഡയഗ്രാംസ് ഒക്കെ പഠിച്ചു വെക്കാം. റേ ഡയഗ്രാം ഓഫ് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ ചോദിക്കാം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺ മിറർ ഫോർമുല ആൻഡ് മാഗ്നിഫിക്കേഷൻ ചോദിക്കാം. പിന്നെ യൂസസ് ഓഫ് സ്ഫെറിക്കൽ മിററിൻ്റെ യൂസസ് വേറൊരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്, പിൻ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ 5 വരുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. സ്നെൽസ് ലോ sin I/sin R = N2/N1 ആണ്. I ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും R ആംഗിൾ ഓഫ് റിഫ്ലാക്ഷനും, N1 N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സസും ആണ്. പിന്നെ ലെൻസ് ഫോർമുല 1/F = 1/V - 1/U ആയിരിക്കും. പിന്നെ പവർ ഓഫ് എ ലെൻസ് അറിയുന്നത് 1/F ആയിരിക്കും. അതിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് സ്നെൽസ് ലോ വെച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലെൻസസ് ഫോർമുല വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ
സ്നെൽസ് ലോ ലെൻസ് ഫോർമുല വെച്ചിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കാം. പിന്നെ റേ ഡയഗ്രാം ഓഫ് കോൺവെക്സും കോൺകേവ് ലെൻസും ചോദിക്കാം. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ലെൻസസ് ഇൻ ആ ഡെയിലി ലൈഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. വേവ് മോഷൻ ചാപ്റ്റർ 6 വേവ് മോഷനാണ്. അതിൽ വേവ് വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എഫ് ലാംഡയാണ്. v പറയുന്നത് വേവ് വെലോസിറ്റി, എഫ് ഫ്രീക്വൻസിയും ലാംഡ വേവ് ലെങ്ത്തുമാണ്. സ്പീഡ് ഓഫ് സൗണ്ട് v ഈസ് ഈക്വൽ ടു 331 പ്ലസ് 0.6 ഇൻറ്റു ടി മീറ്റർ പെർ സെക്കൻഡ് ഇൻ എയർ. ടി ടെമ്പറേച്ചർ ആയിരിക്കും. അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വേവ് വെലോസിറ്റിയിൽ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. പിന്നെ സൗണ്ട് വേവ്സിലും വരും. സൗണ്ട് വേവ്സ് റേഞ്ച് ഓഫ് ഹ്യൂമൻ ഹിയറിങ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസൗണ്ട് അതൊക്കെ ചോദിക്കാവുന്നതാണ്. അതായത് സൗണ്ട് വേവ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓൺ വേവ് വെലോസിറ്റി ഫ്രീക്വൻസി ചോദിക്കാം. ആപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസൗണ്ട് ചോദിക്കാം. ചാപ്റ്റർ 7 വരുന്നത് ഹീറ്റാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി Q ഈക്വൽ ടു എം സി ഡെൽറ്റ ടി ആണ്. Q ഹീറ്റ് എനർജി, എം മാസും, സി സ്പെസിഫിക് ഹീറ്റും, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചറുമാണ്. ലാറ്റൻറ്റ് ഹീറ്റ് Q ഈക്വൽ ടു എം എൽ ആണ്. എൽ ലാറ്റൻറ്റ് ഹീറ്റാണ്, എം മാസുമാണ്. പിന്നെ അതിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ക്വസ്റ്റ്യൻസും ലാറ്റൻറ്റ് ഹീറ്റിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതെന്നാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻസ് ഓൺ കലോറിമീറ്റർ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫറും ചോദിക്കാവുന്നതാണ്. ചാപ്റ്റർ 8 വരുന്നത് ഇലക്ട്രോണിക്സ് ആണ്. അതിൽ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ R ഈക്വൽ ടു V ബൈ I വെച്ചിട്ട് ചോദിക്കാം. പിന്നെ ട്രാൻസിസ്റ്റർ കറണ്ട് ഗെയിന് ബീറ്റ ഈക്വൽ ടു IC ബൈ I ചോദിക്കാം. പിന്നെ സെമി കണ്ടക്ടറിൽ വാട്ട് ഇസ് PN ജംഗ്ഷൻ ഡയോഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വർക്കിംഗ് ചോദിക്കാം. സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ചോദിക്കാം. പിന്നെ ലോജിക് ഗേറ്റ് വെച്ചിട്ട് ഡ്രോ ട്രൂത്ത് ടേബിൾ ഫോർ ആൻ ആൻഡ് ഗേറ്റ് ആൻഡ് ഓർ ഗേറ്റ് ചോദിക്കാം. അതായത് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. എന്തായാലും PN ജംഗ്ഷൻ ഡയോഡ് അതിൻ്റെ വർക്കിങ്ങും അതുപോലെ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുന്നത് നല്ലതാണ്. ക്വസ്റ്റ്യൻസ് ഓൺ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഡയോഡ് വരും. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രാൻസിസ്റ്റർ ആൻഡ് ലോജിക് ഗേറ്റ്സ് ചോദിക്കാം. ചാപ്റ്റർ 9 വരുന്നത് മോഷനാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ V ഈസ് ഈക്വൽ ടു U പ്ലസ് AT, S ഈസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, V സ്ക്വയർ ഈക്വൽ ടു U സ്ക്വയർ പ്ലസ് 2AS. പിന്നെ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്, F ഈസ് ഈക്വൽ ടു MA. ഇതിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് വെച്ചിട്ട് നല്ലോണം ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ നന്നായിട്ട് പഠിക്കുക. അതിൻ്റെ ഡെറിവേഷനും പഠിച്ചു വെക്കണം. പിന്നെ അതന്നെ ഉള്ളൂ. പിന്നെ ആപ്ലിക്കേഷൻസും പഠിച്ചു വെക്കണം ഓരോന്നിൻ്റെയും. 10 വരുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, F ഇസ് ഈക്വൽ ടു G m1 m2 ബൈ R സ്ക്വയർ ആയിരിക്കും. G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, m1 m2 മാസസ് ആണ്, R ഡിസ്റ്റൻസും ആണ്. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G ഇസ് ഈക്വൽ ടു Gm ബൈ R സ്ക്വയർ ആണ്. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊക്കെ തന്നെയുള്ളൂ. ഓക്കെ. ടിപ്സ് ഫോർ സോൾവിങ് ക്വസ്റ്റ്യൻസ്. പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. മാക്സിമം ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് വെച്ചിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. പിന്നെ ഫോക്കസ് ഓൺ ഇലക്ട്രിസിറ്റി, മോഷൻ, ലൈറ്റ്, കാരണം അതിൽ നിന്നാണ് കൂടുതലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരിക. പിന്നെ റിവൈസ് ഡയഗ്രാം, ഓരോരോ റേ ഡയഗ്രാം, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസ്, സർക്യൂട്ട് ഡയഗ്രാം, പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ അവിടെ, പിന്നെ അതുപോലെ തന്നെ റെക്ടിഫയർ, ആ ഡയഗ്രാംസൊക്കെ കാണാതെ പഠിച്ചു വെക്കുക. കാരണം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെക്കുക. പിന്നെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പൽ ബിഹൈൻഡ് ഫോർമുലാസ് ആൻഡ് ലോസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ, ലെഫ്റ്റ് ഹാൻഡ് റൂളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ടൈം മാനേജ്മെൻറ്റാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഓരോരോ ക്വസ്റ്റ്യൻസും നല്ലോണം സോൾവ് ചെയ്യുക. കുറേ ടൈം എടുക്കാണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാക്സിമം കുറച്ച് സമയത്തിനുള്ളിൽ സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.